ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് കല്യാൺ സിൽക്സിൻ്റെ കാർ പാർക്കിംഗ് ആണ്. ഈ മേളിലോട്ട് പോകുന്നത് ഞങ്ങളുടെ കാറാണ് കേട്ടോ. ഏകദേശം ഒരു 4 ഫ്ലോർ ഉണ്ട് ഇവരുടെ പാർക്കിംഗ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റിയാണ്. ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ പാർക്കിംഗ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് ഒരു പസിൽ പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി കാർ അവിടെ പോയി പാർക്ക് ചെയ്യും. ഇനി ഈ കാർ ഇതേപോലെ തന്നെ നമ്മൾ തിരിച്ച് പർച്ചേസിങ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മുടെ കാറ് താഴേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുക്കുന്നു. അത് ഏത് ഫ്ലോറിലാണ് എന്നുണ്ടെങ്കിൽ ആ ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഈ നേരത്തെ പറഞ്ഞ മാതിരി പസിൽ പോലെ ഈ താഴെയുള്ള കാറുകൾ സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് മുകളിൽ നിന്നുള്ള കാറ് താഴേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ കണ്ടോ, ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തതിൻ്റെ താഴെ വേറെ കാറുകൾ പാർക്കിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റി ആ സിസ്റ്റത്തിനകത്ത് ആ നമ്പർ അടിച്ചു കൊടുത്ത് ഡൗൺ കൊടുത്തപ്പോൾ ഇത് താഴെയുള്ള കാറുകൾ സൈഡിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ. അത് കഴിഞ്ഞ് അവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ കാറ് എനിക്ക് തോന്നുന്നു 4th ഫ്ലോറിലാണ് ഉള്ളത്. അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് വരുന്നു, വളരെ സ്ലോ ആയിട്ട്. ശരിക്കും നമ്മുടെ ടൗണുകളിലൊക്കെ ഇങ്ങനത്തെ പാർക്കിംഗ് സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ കിട്ടാത്തതിലുള്ള ബുദ്ധിമുട്ടൊക്കെ വളരെയധികം കുറയ്ക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികൾ പാർക്ക് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനാണ്. ടൗണിലൊക്കെ പോകുമ്പോൾ ആളുകൾ കാറ് കൊണ്ട് മാക്സിമം പോകാതിരിക്കാനാണ് നോക്കുന്നത്. പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടില്ല. പാർക്കിങ്ങൊക്കെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനമൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ടൗണിലൊക്കെ പോകുന്നവർക്ക് നന്നായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടായിരിക്കും. താങ്ക് യു.